കേസ് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു 5 ടിപ്പ് വക്കീലെണ്ണം പറഞ്ഞുതരാണ്. അതും ഫ്രീ ആയിട്ട്. അറിയാലോ, ഓണമാണ്. ഓണത്തിന് മിക്ക മലയാളികളുടെയും മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അസുഖം ഉണ്ടാവരുതേ, ഒരു അപകടം ഉണ്ടാവരുതേ, ഒരു കേസ് ഉണ്ടാവരുതേ എന്നൊക്കെയാണ്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുന്നതാണ് നല്ലത് നമ്മൾ പണ്ടുതൊട്ടേ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസുകളുടെ കാര്യം, കേസുകൾ വന്നിട്ട് ജാമ്യം എടുക്കാം, കേസ് നടത്താം എന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലത് കേസ് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ വൃത്തിയായിട്ട് നടന്നാലും വരാനുള്ളത് വഴി തങ്ങൂല, കേസൊക്കെ വരും. എന്നാലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കേസ് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു 5 ടിപ്പ് വക്കീലെണ്ണം പറഞ്ഞുതരാണ്. അതും ഫ്രീ ആയിട്ട്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അടിസ്ഥാന നിയമങ്ങൾ അറിഞ്ഞിരിക്കുക. അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. എന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം വരുന്ന ഒരു ഏരിയയാണ് ട്രാഫിക് നിയമങ്ങൾ. അത് കൃത്യമായിട്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൈവാഹിക പ്രശ്നങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. ഇവർക്കെല്ലാം വെവ്വേറെ നിയമങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള വിവാഹ നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അതുപോലെ തന്നെ IT ആക്ട്, കരാർ നിയമങ്ങൾ, ബിസിനസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം കുറച്ചെങ്കിലും കൃത്യമായിട്ട് കേസിൽ പെട്ടെന്ന് ചാടാതിരിക്കാനുള്ള വിവരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നീട് കേസ് വരാനുള്ള ഏറ്റവും സാധ്യതയുള്ളതാണ് ഈ പൈസ കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ആർക്ക് പൈസ കൊടുത്താലും അതൊരു രേഖയാക്കി മാറ്റുക. ഉദാഹരണത്തിന് ചെക്കോ, പ്രോമിസറി നോട്ടോ, എഗ്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് മാറ്റണം. അടിപിടിയാണ്. അത് പബ്ലിക് പ്ലേസിൽ നമുക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചങ്ക് ദോസുകളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത്, പിടിവലി, ചീത്തവലി, അടി, ഇടി, ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക. ഒരാൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പോലും അത് നിയമപരമായിട്ടുള്ള പരിരക്ഷയാണ് തേടേണ്ടത്. തിരിച്ചടിക്കാൻ നിൽക്കരുത്. പക്ഷെ നിങ്ങളുടെ ജീവനാപത്ത് വരുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങൾ തിരിച്ചാക്രമിക്കാനോ തടയാനോ നോക്കുക. അറിയാലോ, ഡിജിറ്റൽ യുഗമാണ്. എന്തിനും ഏതിനും നമ്മൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വക്കീലെണ്ണനെ പോലുള്ളവർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും അവരുടെ ചില കുൽസിത പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആണുങ്ങളെ ഹണി ട്രാപ്പിൽപ്പെടുത്തുക. അതുപോലെ തന്നെ ആണുങ്ങൾ നിസ്സാരന്മാരൊന്നുമല്ല. അവന്മാർ അത്യാവശ്യം നല്ല ബോഡി ബിൽഡിങ്ങും സെറ്റപ്പ് ഫോട്ടോ ഒക്കെ ഇട്ട് പെണ്ണുങ്ങൾ ഞാൻ കല്യാണം കഴിച്ചില്ല, സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ആകർഷിച്ചിട്ട് അവന്മാരുടെ കാര്യങ്ങൾ നടത്തി പരിപാടി നടത്തിയിട്ട് വെറുതെ വീഴ്ച കളയുക. ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഡിജിറ്റലി ഉള്ള ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക. നേരിട്ട് പരിചയമുള്ള, അവരുമായിട്ട് സമ്പർക്കം ചെയ്ത് പരിചയമുള്ള ആൾക്കാരുമായിട്ട് മാത്രം ഇടപെടുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വയം നമ്മൾ ചികിത്സിക്കാൻ നിൽക്കാതെ ഒരു വിദഗ്ധമായ നിയമോപദേശം നേടുക. ഓരോ കേസിനും അതാത് വക്കീലന്മാരെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു വക്കീലിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. വക്കീൽ മോശമായി കഴിഞ്ഞാൽ കേസും മോശവും, നമ്മൾ തോറ്റും പോകും. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേസില്ലാതെ ജീവിക്കാം, അല്ലേ അണ്ണാ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. കേസ് വരാനൊരു വിധി ഉണ്ടെങ്കിൽ അത് ഊബർ പിടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്തിട്ടേ പോവും.